ഹായ് മക്കളെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു മക്കളെ പഠിച്ചത്? എന്തായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യക്കാരെല്ലാവരും കൂടി ഒരു സമ്മേളനം നടത്തുകയും ആ സമ്മേളനത്തിലേക്ക് ഇരച്ചു കയറിയ ബ്രിട്ടീഷ് സൈനികർ തുരതര വെടിവെച്ച് അവിടെ കൂടി എല്ലാ ഇന്ത്യക്കാരെയും കൊല്ലുകയും ചെയ്തല്ലേ. ആ ഒരു കൂട്ടക്കൊലയായിരുന്നു എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു കൂട്ടക്കൊല നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പഞ്ചാബിൽ പോലും കാലുകുത്താൻ ഗാന്ധിജിയെ ആ സമയത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല. പക്ഷേ ഗാന്ധിജി വെറുതെ ഇരുന്നു? ഇല്ല അല്ലെ. ഗാന്ധിജി എന്ത് ചെയ്തു? വീണ്ടും ദേശവ്യാപകമായിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ദേശവ്യാപകമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? സമരം ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായിട്ടോ ബ്രിട്ടീഷുകാരുടെ റൂൾസുമായിട്ടോ അല്ലെങ്കിൽ നിയമവുമായിട്ടോ യാതൊരുവിധ സഹകരണം വേണ്ട എന്ന് ഗാന്ധിജി തന്റെ അനുയായികളോട് ഉറച്ചു പറഞ്ഞല്ലേ. അപ്പൊ നോക്കിക്കേ, ആ ഒരു സമരത്തിനെയായിരുന്നു നമ്മൾ എന്ത് പറയുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ സമരം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഈ സമരം എന്നൊക്കെ ചോദിച്ചാൽ കൂട്ടുകാർ എന്ത് പറയണം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഗാന്ധിജി ദേശവ്യാപകമായിട്ട് എന്ത് ചെയ്തു? ഒരു സമരം ആഹ്വാനം ചെയ്തു. ആ സമരത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു റൂളോ അല്ലെങ്കിൽ ഒരു നിയമോ ഒന്നും അനുസരിക്കേണ്ടതില്ല, ഒരു സഹകരണവും ബ്രിട്ടീഷുകാരുമായിട്ട് വേണ്ട എന്ന് ഗാന്ധിജി തന്റെ അനുയായികളോട് ആഹ്വാനം ചെയ്തു. ഇതിനെയായിരുന്നു നമ്മൾ എന്ത് പറയുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവർ ആ ഒരു മൂവ്മെന്റിലൂടെ അല്ലെങ്കിൽ അവർ ആ ഒരു സമരത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഗാന്ധിജിയുടെ കുറെ അനുയായികൾ കുറെ പ്ലക്കാർഡ്സ് പിടിച്ചിട്ടാണല്ലേ നടക്കുന്നത്. എന്തൊക്കെയാണ് ആ പ്ലക്കാർഡ്സിൽ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് ഉറക്കെ വായിച്ചേ. ഒന്ന്, ഖാദി പ്രചരിപ്പിക്കുക. രണ്ടാമത്തെ എന്താണ്? മദ്യം വർജിക്കുക. പിന്നെ എന്താണ്? ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക. പിന്നെ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവർ ഈ ഒരു സമരത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിലൂടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഖാദി പ്രചരിപ്പിക്കണം. അതുപോലെ തന്നെ എന്താണ്? മദ്യം എന്ന് പറയുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ മദ്യം എന്ത് ചെയ്യണം? വർജിക്കണം. പിന്നെ ഹിന്ദി ഭാഷ എന്ത് ചെയ്യണം? അതും ഇതുപോലെ പ്രചരിപ്പിക്കണം. പിന്നെ വിദേശ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അതായത് കൂട്ടുകാരെ നോക്കിക്കേ, ഖാദി പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ മദ്യം ഒഴിവാക്കണം, ഹിന്ദി ലാംഗ്വേജ് പ്രൊപ്പഗേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഫോറിൻ ഡ്രസ്സസ് അല്ലെങ്കിൽ ഫോറിൻ ക്ലോത്ത്സ് ഒക്കെ എന്ത് ചെയ്യണം? അതൊക്കെ ഒഴിവാക്കണം. ഈ കാര്യങ്ങളായിരുന്നു അവരുടെ ഈ ഒരു സമരം, നിസ്സഹകരണ സമരം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലൂടെ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ. അടുത്ത നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാവോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നാഴികക്കല്ലായ ഒരു സത്യാഗ്രഹം, ഒരു സമരമായിരുന്നു എന്ത്? ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സാൾട്ട് സത്യാഗ്രഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണല്ലേ. പക്ഷേ ആ ഉപ്പ് യൂസ് ചെയ്യണമെങ്കിലും നികുതി കൊടുക്കുക എന്ന് പറഞ്ഞാലോ അത് വളരെ കഷ്ടമാണല്ലേ. ആ സമയത്ത് കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിന് പോലും ബ്രിട്ടീഷുകാർ നികുതി കൊണ്ടുവന്നു. ആ നികുതി അടച്ചില്ലെങ്കിൽ, ആ നികുതി നടത്തിയില്ലെങ്കിൽ, ആ ഒരു ഉപ്പ് എടുക്കുന്നതിന് ആ നികുതി അടച്ചില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു നല്ല കടുത്ത ജയിൽ ശിക്ഷ തന്നെ ബ്രിട്ടീഷുകാർ കൊടുത്തു. അതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിനെതിരെയായിട്ട് ഗാന്ധിജി സമരം നടത്തി. ഗാന്ധിജി ഉറക്കെ തന്റെ അനുയായികളോട് പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ ഈ ഒരു റൂള്, ഈ ഒരു നിയമം എന്താണെങ്കിലും നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഈ ഒരു റൂളിനെതിരായിട്ട് ഗാന്ധിജി ഒരു സമരം നടത്തി. അതായിരുന്നു നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് എങ്ങനെയായിരുന്നു എന്നറിയാവോ കൂട്ടുകാർക്ക്? ഇവിടെ നോക്കിക്കേ, 1930 മാർച്ച് 12 ആയിരുന്നു ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഒരു കാൽനട യാത്രയായിട്ട് പോയി. അപ്പൊ ഇത് കടപ്പുറമാണല്ലോ, അവിടെ വെച്ചിട്ടാണല്ലോ ഉപ്പൊക്കെ ഇങ്ങനെ കുറുക്കുന്നത്. ആ ഒരു കാൽനട യാത്ര പോയതിനു ശേഷം ആ ഒരു കടപ്പുറത്ത് നിന്നും ഗാന്ധിജിയും അനുയായികളും നികുതി കൊടുക്കാതെ തന്നെ എന്ത് ചെയ്തു? ഉപ്പ് കുറുക്കി. അങ്ങനെയായിരുന്നു ആ ഒരു സമരം നടത്തിയത്. അപ്പൊ ഈ ഒരു സമരത്തിന്റെ ഫലമായിട്ട് ഗാന്ധിജിനെയും അതിന് അനുയായികളായിട്ട് വന്നവരെയൊക്കെ ബ്രിട്ടീഷുകാര് അറസ്റ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ഇതുപോലെയുള്ള സമരം രാജ്യത്താകമാനം എന്താണ്? നിയമലംഘന സമരത്തിന് കാരണമായി. അങ്ങനെ എന്താണ്? വീണ്ടും കുറേ സമരങ്ങൾ വന്നു. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഇതുപോലെ കുറേ സമരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടോ. അപ്പം ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം അവിടെ ഒരു സബർമതി ആശ്രമത്തിൽ മാത്രമേ നടന്നുള്ളൂ, കേരളത്തിലും നടന്നോ എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പൊ അതൊക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം. അപ്പൊ അതുവരെ എന്താണ്? എല്ലാവരും മിടുക്കന്മാരും മിടുക്കളുമായിട്ട് ഇരിക്കുക. അപ്പം ഇനി മിസ്സിനെ അടുത്ത ദിവസം വരാം. ബൈ.